ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ, കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ, പരസ്പരം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അടുക്കുന്നത് പോലെ തന്നെ മനസ്സുകൊണ്ടും അടുക്കാൻ, മാനസികമായ സന്തോഷവും സമാധാനവും ലഭിക്കാനൊക്കെ ചില മാർഗങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. പല ആളുകളും എന്നെ വിളിച്ച് പരാതി പറയുന്ന, സങ്കടം പറയുന്ന പല സഹോദരിമാരും സഹോദരന്മാരും പറയുന്നൊരു വിഷയമാണ്, ഉസ്താദേ, ഭാര്യ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന്. നമ്മൾ എന്തു ചെയ്തു കൊടുത്താലും ഭാര്യയ്ക്ക് ഇങ്ങോട്ടൊരു മതിപ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മഹബത്തോ ഇല്ല. നേരെ തിരിച്ചും ഭർത്താവ് പരിഗണിക്കുന്നില്ല, മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെലവിന് തരുന്നില്ല, നമ്മുടെ മക്കളെ നോക്കുന്നില്ല, തുടങ്ങിയിട്ട് ഒരു ഫോൺ കോൾ പോലും ചെയ്യുന്നില്ല എന്നിപ്പോൾ ഈ അടുത്തൊരു സഹോദരി വിളിച്ച് പരാതി പറഞ്ഞു, സങ്കടം പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതൊരു വല്ലാത്തൊരു ബന്ധമാണല്ലോ ഭാര്യയും ഭർത്താവും എന്നുള്ളത്. കാരണം ഒരു കുടുംബത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്, ഒരു വലിയൊരു ശൃംഖലയുടെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ ആ ബന്ധം കെട്ടുറപ്പോടുകൂടി അല്ലെങ്കിൽ സ്നേഹബന്ധത്തോടു കൂടിയിട്ട് വലിയ ഒരു ദൃഢതയോടു കൂടിയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ കുടുംബ ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യവും സന്തോഷവും സ്നേഹബന്ധവും ഉണ്ടാകാനുള്ള ഒരു 3 മാർഗങ്ങൾ, അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്യാൻ പറ്റിയ ഒരു അമല് കൂടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. കഴിയുന്നത് പോലെ ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം വീണ്ടെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെ കുടുംബ പ്രയാസങ്ങളിൽ കഴിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബാദികൾ, അവരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് നൽകട്ടെ. സ്നേഹബന്ധം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. പരസ്പരം സ്നേഹത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹബന്ധത്തിൽ കഴിയേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ഐക്യമുണ്ടാകേണ്ടത്, അല്ലേ? ബാക്കിയുള്ളവരുടെ സ്നേഹബന്ധം വേണ്ട എന്നല്ല, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അതുപോലെ കുടുംബാദികൾ മറ്റാളുകൾ തമ്മിലൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ഐക്യവും സ്നേഹബന്ധവും നിലനിന്ന് കിട്ടണം. പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹബന്ധത്തിൽ കഴിയേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ കഴിയേണ്ടത്, ഐക്യത്തിൽ കഴിയേണ്ടത് ഒരു ഭാര്യയും ഭർത്താവുമാണ്, അല്ലേ? അതായത് ഒരു കുടുംബത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണ് അല്ലെങ്കിൽ അടിവേര് എന്നൊക്കെ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അവർക്കിടയിൽ പലപ്പോഴും വിള്ളലുകൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുക, വഴക്കാകുക, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാകുക, പോരുണ്ടാകുക, അവസാനം വേർപിരിയേണ്ട അവസ്ഥയിലെത്തുക, തൊലാഖിൻ്റെ വക്കിലെത്തുക. ചില കുടുംബങ്ങൾ, ഇപ്പോൾ പല ആളുകളും വിളിച്ച് സങ്കടം പറയുന്ന കൂട്ടത്തിൽ ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഭാര്യ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഒരു അവസ്ഥ. അതായത് പേരിനൊരു ഭാര്യ അല്ലെങ്കിൽ പേരിനൊരു ഭർത്താവ്, ആ ഒരു ബന്ധമായിട്ട് മാറിയിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു ബന്ധവും കണക്ഷനുമില്ല, അവർ തമ്മിൽ ഒരു ഐക്യവുമില്ല, ഒരു സ്നേഹബന്ധവുമില്ല. അങ്ങ് രണ്ട് ദിശയിലായിട്ട് കഴിയുന്നു. ഇങ്ങനെ കഴിയുന്ന എന്ത് കാരണം? ഇതിപ്പോൾ രണ്ടുപേരും ഒഴിഞ്ഞു പോകാത്ത, പിരിഞ്ഞു പോകാത്തതിന് കാരണം മക്കളുണ്ടായതുകൊണ്ടാണ്. മക്കളെ ഓർത്തിട്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് പരാതി പറയുന്ന, അല്ലെ സങ്കടം പറയുന്ന എത്രയോ കുടുംബാദികളുണ്ട്, ഭാര്യമാർ ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു എല്ലാവരുടെ ജീവിതത്തിലും വലിയ ഖൈറും സന്തോഷവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം പറഞ്ഞുതരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് ഇറക്കി കൊടുത്ത വിശുദ്ധമായ ഖുർആൻ്റെ ചില ആയത്തുകൾ, അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെട്ട ചില ദുആകൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കുകയും, ഇനി പരസ്പരം സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്, കുടുംബാദികളാണെങ്കിൽ പോലും ജീവിതത്തിൽ ഈ ആയത്തുകളും ദുആകളും ഒക്കെ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ ഇടയിലുള്ള ആ ബന്ധത്തിന് ദൃഢത നൽകുകയും കൂടുതൽ എന്ത് ചെയ്യും, ഉന്മേഷത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ കഴിയുകയും ചെയ്യും. കൂടുതൽ സ്നേഹം എന്ത് ചെയ്യും, അള്ളാഹു നൽകും. ഒന്നാമതായി കാണാം വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു റൂം എന്ന സൂറത്തിലെ 21-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ ദിവസവും പതിവാക്കുകയാണെങ്കിൽ, ദിവസവും രാവിലെയോ വൈകുന്നേരമോ 21 തവണ ഈ ആയത്ത് പതിവാക്കുക. രാവിലെ വൈകുന്നേരം എപ്പോഴാണ് പറ്റുന്നത്, നിരന്തരം ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കുക. ഏതാണ് ആയത്ത്? وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً. ഇത്രയും ഭാഗം ആയത്തിൻ്റെ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ,
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നത്. അതുപോലെ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവരിലേക്ക് ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി, ഒരു സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ കുടുംബത്തിലേക്ക് ചേരുമ്പോൾ എന്തുണ്ടാകണം? ഭാര്യ ഭർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ അരികിലേക്ക് വരുമ്പോൾ അവർക്ക് പരസ്പരം ഒരു സമാധാനം, സ്വസ്ഥത ഉണ്ടാകാം. മാതാപിതാക്കൾ മക്കളോട് ചേരുമ്പോൾ, മക്കൾ മാതാപിതാക്കളോട് ചേരുമ്പോൾ അവർക്ക് റാഹത്തും സന്തോഷം ഉണ്ടാകണം. അപ്പോഴാണ് ആ വീടുകൾക്ക് മസ്കൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തിന് സമാധാനമുള്ള കുടുംബം എന്ന് പറയാൻ പറ്റുന്നത്. ലി തസ്കുനു ഇലൈഹ, അവരിലേക്ക് ചേരുന്ന സമയത്ത് എന്തുണ്ടാകും? ഒരു സമാധാനം, സ്വസ്ഥത ഉണ്ടാകും. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും എന്ത് ചെയ്തു? അള്ളാഹു ആക്കിയിരിക്കുന്നു. സ്നേഹവും ആ ഒരു കാരുണ്യമൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ ഇടയിൽ പരസ്പരമാക്കിയിരിക്കുന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു കുടുംബജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ആശയം വരുന്ന ഈ ആയത്ത് ദിവസവും 21 തവണ ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയോ വൈകുന്നേരമോ മുടങ്ങാതെ അത് പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ, ഇത് ഓതുന്നത് സഹോദരിമാരാണ്, പെണ്ണുങ്ങളാണ് എങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധം അള്ളാഹു ദൃഢമാക്കി കൊടുക്കും. ഇത് പുരുഷന്മാരാണ് ഓതുന്നതെങ്കിൽ അവരുടെ ഭാര്യമാരുമായിട്ടുള്ള ബന്ധം അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു കൊടുക്കുകയും ആ പിണക്കങ്ങളൊക്കെ നീക്കി ഐക്യം അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ആയത്തതാണ്. ഇനി രണ്ടാമത്തെ, ഹൃദയങ്ങൾ ഒന്നിക്കാനുള്ള ഒരു ദുആ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പരസ്പരം ഹൃദയങ്ങൾ ഒന്ന് ചേരുക, ഹൃദയങ്ങൾ ഒന്നിക്കുക, പരസ്പരം ഹൃദയങ്ങളിൽ മഹബ്ബത്ത് ഉണ്ടാകുക, സ്നേഹബന്ധം ഉണ്ടാകുക. അതിനൊരു ദുആ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതാണ് ദുആ? അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന വ അസ്ലിഹ് ദാത ബൈനിന. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും. ഇത് എല്ലാ നിസ്കാരത്തിന് ശേഷവും 11 പ്രാവശ്യം വീതം ചൊല്ലുക. നിസ്കാരങ്ങൾക്ക് ശേഷം, എല്ലാ വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 11 തവണ വീതം ചൊല്ലുക. ഞാൻ ഈ പറയുന്ന അഅ്മാലുകളെല്ലാം തന്നെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും അതുപോലെ തന്നെ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുക. അല്ലാത്ത ആളുകൾക്ക് അത് ഫലിക്കും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. നിസ്കാരം കൃത്യമായിട്ട് 5 വഖ്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കും, ഖളാ ആക്കാതെ. അതുപോലെ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പേജെങ്കിലും ഖുർആൻ ഓതും. ഒരുപാട് ആളുകളുണ്ട്, യാസീൻ ഓതുന്നവരുണ്ട്, മുൽക്ക് ഓതുന്നവരുണ്ട്, അതുപോലെ തന്നെ വാഖിഅ ഓതുന്നവരുണ്ട്. അവർക്കൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട് ഓക്കെ. അതൊന്നും അല്ലാതെ ഇതൊന്നും ഓതാത്ത ഒരാൾ ഒരു പേജ്, ഏതെങ്കിലും ഒരു പേജ് ഖുർആൻ ഓതുന്ന ആളാണ്, എന്നാൽ അയാൾക്കും എന്ത് ചെയ്യാം? ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാത്ത ആര് ചെയ്താലും അതിന് ഫലം കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരങ്ങൾ കൃത്യമാക്കണം, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാകണം. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഖൽബ് അടുക്കാനുള്ള, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ നീ ഒരു ഇൽഫത്ത് ഉണ്ടാക്കി തരണേ അല്ലാഹ്, ഒരു ചേർച്ച, ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മയം ഉണ്ടാക്കി തരണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൃപ നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി തരണം അല്ലാഹ്. വ അസ്ലിഹ് ദാത ബൈനിന, എന്ത് ചെയ്യണം? ഞങ്ങൾക്കിടയിൽ നീ ഒരു സുൽഹ് ഉണ്ടാക്കി തരണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഒരു അനുകമ്പ, എല്ലാം വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു മനോഭാവം നൽകണേ. അങ്ങനെയാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് 2 പറയലല്ല, മറിച്ച് അതിനെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയോ ചെയ്യലാണ് വേണ്ടത്. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഭാര്യ കയർത്ത് സംസാരിക്കലല്ല വേണ്ടത്. അവിടെ എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലാണ് കുടുംബം പോകേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലാണ് ഭാര്യ ഭർത്താക്കന്മാരെന്താണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ദുആ ആരെങ്കിലും എല്ലാ നിസ്കാര ശേഷവും 11 തവണ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇടയിൽ വലിയ മാനസികമായ അടുപ്പം നൽകും. ഇനി മൂന്നാമത്, നല്ല ദാമ്പത്യം ലഭിക്കാനുള്ളൊരു ദുആ കൂടെ പറഞ്ഞു തരാം. നല്ല ദാമ്പത്യം ലഭിക്കും. ഇത് വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഒരാൾ ഈ ഒരു ദുആഇനെ, ഈ ഒരു ആയത്ത് ദിവസവും രാവിലെയും രാത്രിയും പതിവാക്കുകയാണെങ്കിൽ, ഓരോ തവണ ചൊല്ലിയാൽ മതി. രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ചൊല്ലി, വൈകുന്നേരം മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും ചൊല്ലി. ആരെങ്കിലും ഒരാൾ ഇത് പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ യാതൊരു കലഹവും ഉണ്ടാവില്ല എന്ന, കലഹങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ, ഉള്ള കലഹങ്ങളാണ് എങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും. ഏതാണ് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ്. ഈ ഒരു ആയത്ത് ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും ഓരോ തവണയെങ്കിലും കുറഞ്ഞ പക്ഷം ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാകൂല? കലഹങ്ങൾ ഉണ്ടാകൂല, പ്രയാസങ്ങൾ ഉണ്ടാകൂല.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രശ്നങ്ങളിൽ കഴിയുന്ന, വഴക്കുകളിൽ കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് കിട്ടിയ ഒരു കുടുംബം നന്നാക്കി കിട്ടുകയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ അല്ലേ. ഇതെൻ്റെ വകയായി പറയല. കാരണം കുടുംബം തകരുക എന്നുള്ളത് ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇബ്ലീസ് എല്ലാ ദിവസവും ഈ സമുദ്രത്തിൻ്റെ നടുവിൽ സിംഹാസനം ഇട്ടിരിക്കും. എന്നിട്ടോ ആ ദിവസം ഇവൻ്റെ അനുയായികൾ ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ, എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നറിയാൻ. അങ്ങനെ എന്ത് ചെയ്യും, ഓരോരുത്തർ വന്ന് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറയും. ഞാൻ നിസ്കാരം കുളവാക്കിയിട്ടുണ്ട്, ഒരാളുടെ ഖുർആൻ പാരായണം ഒഴിവാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും. അതൊന്നും ഇബ്ലീസിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, ഒരാൾ വരും, ഒരു ശൈത്താൻ വരും. എന്നിട്ട് പറയുന്നത്, ഞാൻ 2 ആളുകളെ, ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ എന്ത് ചെയ്യും, ഫിറാക്കിൻ്റെ അവരെ വേർപിരിയേണ്ട വക്കിലെത്തിച്ചിട്ടുണ്ടെന്ന്, പരസ്പരം തമ്മിൽ തല്ലിച്ചിട്ടുണ്ടെന്ന്. ആ ചെങ്ങായി ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇബ്ലീസ് പറയും, ഇവനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ്. നോക്ക്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ത്, ഭാര്യയും ഭർത്താവിനും തമ്മിൽ തെറ്റിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് അടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണത്, നമ്മൾ ഇബ്ലീസ് കെണി എന്താക്കിക്കൊണ്ടിരിക്കുക, ഇബ്ലീസ് ഇങ്ങനെ നമ്മളെ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇബ്ലീസ് നമ്മൾക്കിടയിൽ ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചൂണ്ടയിൽ പിടിച്ച് കൊത്താതിരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹകരണ മനോഭാവത്തോട് കൂടിയിട്ട് പോകാൻ ശ്രമിക്കുക. വഴക്കുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാ കുടുംബത്തിലുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന, നിങ്ങളിപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യയായിട്ട് ഞാൻ സംസാരിക്കാറില്ലേ, ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വരും, അവരോട് ചിലപ്പം കയർത്ത് സംസാരിക്കേണ്ടി വരും അല്ലേ, ചിലപ്പോൾ ചൂടാവേണ്ടി വരും, അതുപോലെ സ്നേഹത്തിൽ പെരുമാറും. ഇതൊക്കെ എല്ലാ കുടുംബത്തിലുള്ളതാണ്. വെറും കലഹമാകുമ്പോഴല്ലേ അവിടെ എന്ത് ചെയ്യുന്നത്, തൊലാക്ക് ഫിറാക്ക് ഒക്കെ അങ്ങോട്ട് പോകുന്നത്. അതേസമയത്ത് വഴക്ക് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അത് തുടങ്ങും. അങ്ങനെ ഇണക്കവും പിണക്കവും ഉണ്ടല്ലോ ജീവിതത്തിൽ, അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കുടുംബത്തിലുണ്ട്. ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എല്ലായിടത്തും ഉണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് പരിഹരിച്ചു കൊണ്ടുപോകുന്നിടത്താണ് വിജയിക്കുക. ഇബ്ലീസിന് അങ്ങ് ചാൻസ് കൊടുക്കാൻ പാടില്ല. ഇബ്ലീസിന് എന്ത് ചെയ്യരുത്, ആ ഇടയിലേക്ക്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ ഇടയിലേക്ക് ഇബ്ലീസിനെ കയറ്റാൻ നിൽക്കരുത്, അവരെ ഓടിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞ മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ ചെയ്യുക. വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, കുടുംബ പ്രശ്നം പറഞ്ഞവർ, അള്ളാഹു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ, പ്രയാസങ്ങളൊക്കെ നീക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.